വി.എസ്. അച്യുതാനന്ദൻ്റെ ഭൗതിക ശരീരം വേലിക്കകത്ത് വീട്ടിലാണിപ്പോഴും. നേതാക്കൾ ഇവിടേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ അടക്കമുള്ള നേതാക്കൾ. മഴ നന്നായി പെയ്തു തുടങ്ങി. രാഹുൽ ജി നാഥ് കൂടിയുണ്ട് നമ്മോടൊപ്പം. രാഹുൽ, ഇപ്പോൾ പോലീസ് ആളുകളെ കടത്തിവിടുന്നതിൽ ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. നേതാക്കൾ ഇപ്പോൾ CPM സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ള നേതാക്കൾ വി.എസിൻ്റെ വീട്ടിനകത്തുമുണ്ട്. കൃത്യം 9 മണിക്ക് തന്നെ ദർബാർ ഹാളിലേക്ക് വി.എസിൻ്റെ ഭൗതിക ശരീരം കൊണ്ടുപോകാനുള്ള ക്രമീകരണങ്ങളുണ്ടോ? എന്താണ് വിവരങ്ങൾ? അതെ, അങ്ങനെ തന്നെയാണ്. പോലീസ് ഇപ്പോൾ ക്രമീകരണം, അതായത് ഈ വീട്ടിലേക്ക് കടന്നു പോകുന്ന വഴിക്ക് ഇങ്ങറ്റത്ത് വലിയ ക്രമീകരണങ്ങൾ ഘടിപ്പിച്ചിരിക്കുകയാണ്. കാരണം ഇപ്പോൾ വാഹനങ്ങൾ കടത്തിവിടുന്നില്ല. ദർബാർ ഹാളിലേക്ക് കൊണ്ടുപോകാനുള്ള തയ്യാറെടുപ്പാണ് ആണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ, അവരെ സൂചിപ്പിച്ചതുപോലെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ഈ വീട്ടിലേക്ക് ഇപ്പോൾ കടന്നു വന്നിട്ടുണ്ട്. എന്നാലും ഇവിടെ പോലീസിൻ്റെ സാന്നിധ്യം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ എന്തായാലും ഇപ്പോൾ തന്നെ വീട്ടിൽ നിന്ന് മടങ്ങും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ നിറയെ ആളുകൾ ഇവിടെ നിൽപ്പുണ്ട്. അവരെല്ലാം ഈ മഴയത്തും അവസാനമായി ഒരു നോക്ക് കാണാൻ, ആ യാത്രയപ്പ് നൽകാനായി കാത്തു നിൽക്കുകയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. വി.എസിനെ കാണാൻ എത്തിയാണോ? അതെ. കണ്ടോ? കണ്ടു. ഇനിയിപ്പം ദർബാറിലേക്ക് പോകുന്നുണ്ടോ? പോകുന്നുണ്ട്. മഴയുണ്ട്, പ്രതികൂല കാലാവസ്ഥയാണെങ്കിലും എങ്കിലും പോകും. അതെ, എങ്ങനെയാണൊരു വ്യക്തിബന്ധമുണ്ടോ? എങ്ങനെയാണ്? അതെ, പറയാൻ വാക്കുകളില്ല. എന്നാലും സമരനായകനെന്ന് തന്നെ പറയാം. അദ്ദേഹത്തിൻ്റെ നമ്മൾ കുഞ്ഞിലെ കണ്ടുവന്നൊരു സമരനായകനും പുന്നപ്പുറ വയലാർ. കുഞ്ഞിലെ എന്ന് പറയുമ്പോൾ പ്രതിപക്ഷ നേതാവെന്ന വി.എസിനെ ആയിരിക്കും കണ്ടുവന്നല്ലേ? മന്ത്രിയായിരുന്ന സമയത്തും പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്തും ഇല്ല. അപ്പം അത് തന്നെയാണ്, ആ ഓർമ്മകളാണ് ഈ മഴയത്തും ഇവരെ ഇവിടെ പിടിച്ചു നിർത്തുന്നത്. ചെറിയൊരു ഷെഡിന് കീഴിൽ ഇത്രയും അധികം ആളുകൾ നിൽക്കുകയാണ്. എന്തുകൊണ്ട് നിൽക്കുന്നു എന്ന് ചോദിച്ചാൽ ഞങ്ങളുടെ വി.എസിന് വേണ്ടി നിൽക്കുന്നു. ഓർമ്മകൾ എന്താണെന്ന് ചോദിച്ചാൽ ആ പഴയ കാലത്ത് ഇതാ മുഖ്യമന്ത്രിയുടെ വാഹനം കടന്നു വരികയാണ്. അതായത് ഇപ്പോൾ തന്നെ അല്പസമയത്തിനുള്ളിൽ ദർബാർ ഹാളിലേക്ക് ഭൗതിക ശരീരം കൊണ്ടുപോകുമെന്നാണ് മനസ്സിലാക്കുന്നത്. ആ മുഖ്യമന്ത്രിയുടെ വാഹനം മുന്നിലൂടെ കടന്നു പോവുകയാണ്. ഇപ്പോൾ എന്തായാലും വീടിനുള്ളിലേക്ക് മുഖ്യമന്ത്രി ഇവിടെ എത്തും. അങ്ങനെ CPMൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ വീട്ടിലേക്ക് എത്തുകയാണ്. അപ്പോൾ എന്തായാലും 9 മണിയോടുകൂടി തന്നെ ദർബാർ ഹാളിലേക്ക്, 9 മണിക്ക് തന്നെ ദർബാർ ഹാളിലേക്ക് കൊണ്ടുപോകും അല്ലേ? 9 മണി അല്ല, 8:30 ഇവിടുന്ന് പോകും. 8:30 തന്നെ ഇവിടുന്ന് ദർബാർ ഹാളിലേക്ക് പോകുമെന്നാണ് ഇപ്പം M. വിജയകുമാർ നമ്മോട് പ്രതികരിച്ചത്. അതായത് അല്പം കൂടി നേരത്തെ ദർബാർ ഹാളിലേക്ക് കൊണ്ടുപോകാം. വീട്ടിലേക്ക് ആളുകൾ എത്തുന്നതിൻ്റെ എണ്ണം കൂടുകയാണ്. പോലീസ് നിയന്ത്രിക്കാൻ ബുദ്ധിമുട്ടുണ്ട് ഈ വഴിയിൽ തന്നെ, അവർക്ക് കാണണമെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് എന്തായാലും ദർബാർ ഹാളിലേക്ക് അരമണിക്കൂർ മുൻപ് പോകുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. അഭിലാഷ്, മുഖ്യമന്ത്രി പിണറായി വിജയൻ എത്തിയിരിക്കുകയാണ്. മഴയുണ്ട്. മുഖ്യമന്ത്രി ഇപ്പോൾ വീട്ടിലേക്ക് എത്തുകയാണ്. മന്ത്രി വി. ശിവൻകുട്ടി അടക്കമുള്ള ആളുകൾ ഉണ്ട് ഇവിടെ. മുഖ്യമന്ത്രി വീട്ടിലേക്ക് കയറുന്ന ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ വേലിക്കകത്ത് വീട്ടിലേക്ക് എത്തിയിരിക്കുന്നു. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ ഇതിനോടകം തന്നെ വീട്ടിലുണ്ട്. ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ വേലിക്കകത്ത് വീട്ടിൽ. പ്രമുഖരായ നേതാക്കൾ എല്ലാവരും ഇപ്പോൾ ഉണ്ട്. തിരുവനന്തപുരം ജില്ലയിൽ നിന്നുള്ള പ്രമുഖരായ നേതാക്കൾ വി. ശിവൻകുട്ടി, കടകംപള്ളി സുരേന്ദ്രൻ, വി. ജോയ്, A. സമ്പത്ത് അടക്കമുള്ള നേതാക്കളുണ്ട്. ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇങ്ങോട്ട് എത്തിയിരിക്കുന്നു. M. വിജയകുമാർ എത്തുകയാണ്. വി.എസിനെ സംബന്ധിച്ച് വി.എസിൻ്റെ ഒപ്പമുണ്ടായിരുന്ന ആളാണ് M. വിജയകുമാർ, K. ചന്ദ്രൻപിള്ള അടക്കമുള്ള നേതാക്കൾ എത്തിയിട്ടുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ വേലിക്കകത്ത് വീട്ടിൽ എത്തിയിട്ടുണ്ട്. ഏതാനും നിമിഷങ്ങൾക്കകം 8:50 ശേഷമുള്ള സമയത്ത് വി.എസിൻ്റെ ഭൗതിക ശരീരം ദർബാർ ഹാളിലേക്ക് കൊണ്ടുപോകും. ഇപ്പോൾ വേലിക്കകത്ത് വീട്ടിൽ നല്ല മഴയുണ്ട് ഇവിടെ. ഈ മഴയെ വകവയ്ക്കാതെ ആളുകൾ വി.എസിനെ കാണാനായി എത്തിക്കൊണ്ടിരിക്കുന്നുമുണ്ട്. ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ എത്തിയിരിക്കുന്നു. വേലിക്കകത്ത് വീട്ടിലേക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ എത്തിയിരിക്കുന്നു. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ ഉണ്ട്. അതുപോലെ തന്നെ CPMൻ്റെ പ്രമുഖരായ നേതാക്കളുണ്ട്, മന്ത്രിമാരുണ്ട്. മന്ത്രി വി. ശിവൻകുട്ടി അടക്കമുള്ള മന്ത്രിമാരുണ്ട്. പ്രകൃതിയും കണ്ണീരണിയുന്നത് പോലെ കനത്ത് മഴ പെയ്യുകയാണ്. വേലിക്കകം വി.എസിനെ യാത്രയാക്കാൻ ഒരുങ്ങുകയാണ്. അങ്ങേയറ്റം വൈകാരിക തലങ്ങളിൽ നമുക്ക് ഇവിടെ സംസാരിക്കുന്ന മനുഷ്യരെ കാണാം. പ്രകൃതിയും കണ്ണീരണിയുകയാണോ എന്ന് തോന്നുന്നു. കണ്ണൻ.
തീർച്ചയായിട്ടും. കാര്യം വേലിക്കകത്ത് വീട് പുന്നപ്രയിലെ വീടാണ്. ആ വീട്ടിൻ്റെ ഒരു പേര് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ തിരുവനന്തപുരത്തെ അദ്ദേഹത്തിൻ്റെ മകൻ്റെ വീടിനും ഇട്ടിരിക്കുന്നത്. കാര്യം ഇനി ഈ വീട്ടിൽ നിമിഷങ്ങൾ മാത്രമാണ് വേലിക്കകത്ത് വീട്ടിൽ VS അച്യുതാനന്ദൻ്റെ ഭൗതിക ശരീരമുള്ളത്. എത്രയോ തീരുമാനങ്ങൾ എടുത്തിട്ടുള്ള വീടാകും. ഈ വീട്ടിൽ താമസിച്ച് എത്രയോ തീരുമാനങ്ങൾ എടുത്തിട്ടുള്ള വീടാകും. ആ വീട്ടിൽ നിന്ന് അദ്ദേഹത്തെ യാത്ര അയക്കാൻ അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ടവരായിട്ടുള്ള കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ, പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അടക്കമുള്ള ഒട്ടേറെ നേതാക്കന്മാരെല്ലാവരും ഇവിടേക്ക് എത്തിയിരിക്കുന്നു. നിമിഷങ്ങൾ മാത്രമായിരിക്കും ഇനി അദ്ദേഹം ഇവിടെ ഉണ്ടാവുക. ഓരോ ആൾക്കാരും എത്തുന്ന ഓരോ ആൾക്കാരും കണ്ണീരണിഞ്ഞുകൊണ്ട് മാത്രമാണ്. നേരത്തെ അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ പ്രകൃതി പോലും കരയുകയാണോ എന്ന് നമുക്ക് തോന്നുന്നു. അത് ശക്തമായിട്ടുള്ള മഴ, രാവിലെ വലിയ മഴയുണ്ടായിരുന്നില്ല, പക്ഷേ അതിനുശേഷം ശക്തമായിട്ടുള്ള മഴ ഇപ്പോൾ ആയിരിക്കുന്നു. നേരത്തെ ഒട്ടേറെ നേതാക്കന്മാരെത്തിയിരുന്നു. പല ആൾക്കാരും, നേതാക്കന്മാർ മാത്രമല്ല, നമ്മളോട് സംസാരിക്കുമ്പോൾ ഞങ്ങളുടെ വീട്ടിൽ 10 വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ വീട്ടിൽ അദ്ദേഹത്തിൻ്റെ ചിത്രമുണ്ട്, പക്ഷേ എത്രയോ കാലം മുമ്പേ അവരുടെയൊക്കെ മനസ്സിൽ ആ ചിത്രം പതിഞ്ഞുകൊണ്ടായിരിക്കും എപ്പോഴും കാണണമെന്ന് ആഗ്രഹിക്കുന്നത്. അങ്ങനെയൊക്കെയുള്ള ആൾക്കാർ, MLA മാരടക്കമുള്ള ആൾക്കാരൊക്കെ തന്നെ എത്തുന്നുണ്ട്. മുഖ്യമന്ത്രി അടക്കമുള്ള ആൾക്കാർ ഈ ഭൗതിക ശരീരത്തെ അനുഗമിച്ച് ദർബാർ ഹാളിലേക്ക് പോകും. ആ നേതാവിന്, പ്രിയ നേതാവിന്, അവരുടെയൊക്കെ മനസ്സിലേക്ക് ഈ പോരാട്ട വീര്യം, കമ്മ്യൂണിസം എന്നുള്ള ആ സിദ്ധാന്തം കോറിയിട്ട് കൊടുത്ത ആ നേതാവിനെ യാത്രയക്കാൻ മുഖ്യമന്ത്രി അടക്കമുള്ള ആൾക്കാർ എത്തുമ്പോൾ അവർക്കൊക്കെ തന്നെയുള്ള എല്ലാവർക്കും, ഇവിടെ എത്തുന്ന ഓരോ ആൾക്കാർക്കും ഒരേ വികാരമാണ് VS എന്ന 2 അക്ഷരം. VS കണ്ണേ കരളെ. പിന്നെ നമ്മൾ പറയുന്നത് ഒരു നേതാവിൻ്റെ പേരുമല്ല, അത് VSൻ്റെ പേരാണ്. അത് ഓരോ ആൾക്കാരും കണ്ണുമാണ്, ഓരോ മനുഷ്യൻ്റെയും കണ്ണുമാണ്, കരളുമാണ് VS. അതുകൊണ്ട് തന്നെയാണ് ഓരോ നേതാക്കന്മാരും ഇവിടേക്ക് എത്തി അദ്ദേഹത്തിന് അന്ത്യയാത്ര നൽകുന്ന സമയത്ത്. കനത്ത മഴയാണ്. ഇന്നലെ വൈകിട്ട് രാത്രി വൈകിയും മുഖ്യമന്ത്രി അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരത്തോടൊപ്പം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു ശ്വാസം നിലച്ച സമയത്തും മുഖ്യമന്ത്രി അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. മറ്റു നേതാക്കന്മാരെല്ലാവരും തന്നെ ഉണ്ടായിരുന്നു. പാർട്ടി ജനറൽ സെക്രട്ടറി MA ബേബി കൊല്ലത്തെ ഒരു പരിപാടി ഉണ്ടായിരുന്നു ഇന്നലെ. ആ പരിപാടിയിൽ പങ്കെടുക്കാതെ അദ്ദേഹം നേരെ ഈ കാര്യം പറഞ്ഞുകൊണ്ട് ഇവിടേക്ക് എത്തുകയാണ്. അവർക്കെല്ലാവർക്കും അവരുടെയൊക്കെ ഒരു കാലഘട്ടത്തിൽ അവരുടെ പാർട്ടി സെക്രട്ടറി ആയിരുന്നു. അവർ വിദ്യാർത്ഥി സംഘടനാ നേതാക്കളായിരുന്ന സമയത്ത് അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകിയ, ശാസിക്കേണ്ട സമയത്ത് ശാസിച്ച്, ലാളിക്കേണ്ട സമയത്ത് ലാളിച്ച് ഒക്കെ മുന്നോട്ട് കൊണ്ടുവന്ന് ഇവരെയൊക്കെ നേതാക്കന്മാരാക്കിയ ആ മനുഷ്യനാണ് കടന്നു പോകുന്നത്. തീർച്ചയായും VS കടന്നു പോകുമ്പോൾ പ്രകൃതി പോലും കണ്ണീരണിയുകയാണ്. കനത്ത മഴയാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ വേലിക്കകത്ത് വീട്ടിലുണ്ട്, തിരുവനന്തപുരത്തെ വേലിക്കകത്ത് വീട്ടിലുണ്ട്. CPIMൻ്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്ററുണ്ട്. തിരുവനന്തപുരം ജില്ലയിൽ നിന്നുള്ള പ്രമുഖരായ നേതാക്കൾ V ശിവൻകുട്ടി, കടകംപള്ളി സുരേന്ദ്രൻ, A സമ്പത്ത്, V ജോയി അടക്കമുള്ള നേതാക്കളുണ്ട്. പാർട്ടിയുടെ MLA മാരുണ്ട്. VSൻ്റെ ഏറ്റവും അടുത്ത വിശ്വസ്തർ എന്ന് പാർട്ടിയിൽ അറിയപ്പെട്ടിരുന്ന K ചന്ദ്രൻപിള്ളയും M വിജയകുമാറും അടക്കമുള്ള നേതാക്കളുണ്ട്.